അതികരുണാമയനായ ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ നാമം നമ്മുടെ ഈ കൊച്ചു കൂടിവരവിലൂടെ ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ഉള്ള ക്രിസ്തീയ വന്ദനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതുവരെ നമുക്ക് അധ്യക്ഷത വഹിക്കുകയും ദൈവവചനം നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പ്രിയ എബ്രഹാം ജോസഫ് പാസ്റ്റർ, കർത്താവിന്റെ കൃപ നമ്മെ മൂടി പിന്നെയും മറയ്ക്കട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം വീണ്ടും കൊണ്ടുപോവുകയാണ്. വെളിപ്പാട് 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഒടുവിലത്തെ ബാധകൾ ഭൂമിമേലും പ്രത്യേകിച്ച് എതിർക്രിസ്തുവിന്റെ ഭരണകൂടത്തിന്മേൽ ദൈവം തൻ്റെ ദൂതന്മാരിലൂടെ ഒഴിക്കുന്നു. 6-ാമത്തെയും 7-ാമത്തെയും കലശ ന്യായവിധികളിലൂടെ ന്യായവിധികളെല്ലാം പൂർണ്ണമാവുകയാണ്. 17-ഉം 18-ഉം 19-ഉം അധ്യായങ്ങളിലും നമ്മൾ കാണുന്ന 3 പ്രധാനപ്പെട്ട ന്യായവിധികളും 16-ാം അധ്യായത്തിൽ നിവർത്തിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ കണ്ടു. അതായത് 17-ാം അധ്യായത്തിലെ മത ബാബിലോണിന്റെ ന്യായവിധിയും 18-ാം അധ്യായത്തിലെ വാണിജ്യ ബാബിലോണിന്റെ ന്യായവിധിയും 19-ാം അധ്യായത്തിൽ നാം കാണുന്ന അർമഗദ്ദോൻ യുദ്ധത്തെ തുടർന്ന് എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും എന്നേക്കുമുള്ള ന്യായവിധിയിൽ നരകത്തിലേക്ക് തള്ളിക്കളയുന്നതും, ഇങ്ങനെ ഈ 3 അധ്യായങ്ങളിലെ ന്യായവിധികളും 16-ാം അധ്യായത്തിലെ 6-ഉം 7-ഉം കലശ ന്യായവിധികളിൽ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതിന് 17-ഉം 18-ഉം 19-ഉം അധ്യായങ്ങളിൽ അതിനെ കൂടുതൽ എടുത്ത് വിശദമാക്കി നമ്മെ യോഹന്നാൻ അഥവാ ദൈവാത്മാവ് പഠിപ്പിക്കുന്നു എന്ന് മാത്രം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആ അർത്ഥത്തിൽ 17-ാം അധ്യായത്തിലെ ന്യായവിധിയാണ് മത ബാബിലോണിന്റെ ന്യായവിധി. 2 പ്രധാന കഥാപാത്രങ്ങൾ, ഒന്ന് മൃഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കള്ളക്രിസ്തു, 2 മർമ്മം മഹതിയാം ബാബിലോൺ എന്ന നാമം എഴുതിയ ഒരു കടിഞ്ചുവപ്പ് വസ്ത്രം ധരിച്ച ഒരു ദുഷ്ട സ്ത്രീ, ഒരു ദുഷ്കർമ്മിണിയായ സ്ത്രീ. അത് കള്ളസഭയാണെന്നും നമ്മൾ കണ്ടു. കള്ളസഭ, മത ബാബിലോൺ എന്നാണ് അതറിയപ്പെടുന്നത്. മത ബാബിലോൺ. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളിൽ മൃഗത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ഇതിനോടകം 13-ാം അധ്യായത്തിൽ വെച്ച് തന്നെ നടത്തി. അതുകൂടാതെ ഈ അധ്യായത്തിൽ നിന്നും നാം ഒന്ന് കാണുകയുണ്ടായി. പിന്നീടാണ് നാം ഈ സ്ത്രീയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അല്പം രസകരമായ കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുമൊക്കെ ആയിരുന്നത് കൊണ്ട് ചരിത്രത്തിൽ നിന്നും കുറെ കാര്യങ്ങൾ നാം എടുത്ത് ആ സ്ത്രീയെക്കുറിച്ച് പഠിച്ചു. അത് റോമാ നഗരവും ആ നഗരത്തെ ആസ്പദമാക്കിയുള്ള റോമാ സഭയുമാണ് എന്നുള്ളത് കണ്ടു. എന്നാൽ റോമാ സഭ മാത്രമല്ല, അന്ത്യകാലത്ത് സാത്താന്റെ മണവാട്ടിയായി തീരുന്ന ഈ വ്യാജം മതം, ഈ ലോകമതം നമ്മൾ കണ്ടു. അതിനകത്ത് റോമൻ കാത്തോലിസിസം ഉണ്ടായിരിക്കും, പ്രൊട്ടസ്റ്റാന്റിസം ഉണ്ടായിരിക്കും, ജൂഡായിസത്തിലെ യഹൂദമതത്തിലെ ചില പ്രവണതകൾ ഉള്ളവർ കാണും.
പെന്തിക്കോസ്റ്റാലിസം, ഇന്നത്തെ കർത്താവിന്റെ ദാസൻ ഇന്നലെയും ഇന്നും നമ്മെ ഓർമ്മപ്പെടുത്തിയ പെന്തക്കോസ്തു സഭയിലെയും പലരും അല്ലെങ്കിൽ പല വിഭാഗങ്ങളും തന്നെ ഈ മതത്തിന്റെ ഭാഗമായിരിക്കും. കൂടാതെ ഇതര മതങ്ങളും അതിനകത്ത് ഉൾപ്പെടും. എന്നാൽ അതിന്റെ നേതൃത്വം വഹിക്കുന്നത് റോം പട്ടണവും അതുമായി ബന്ധപ്പെട്ട സഭാ സംഘടനകളുമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിൽ നിന്ന് ഈ സ്ത്രീയെ ഒന്ന് പരിചയപ്പെടുന്നതിനുള്ള ശ്രമങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 17-ാം അധ്യായത്തിന്റെ വെളിപ്പാട് 17-ന്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്ന ആ പ്രയോഗം ഒന്നും കൂടെ ആ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് തുടരാമല്ലോ. 17:6 once again please. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. ഈ സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീ പ്രതിനിധീകരിക്കുന്ന മതത്തെക്കുറിച്ച് നമുക്കിവിടെ സൂചന ലഭിക്കുന്നത് വിശുദ്ധന്മാരുടെയും യേശുവിന്റെ ദാസന്മാരുടെയും രക്തം കുടിച്ച് മത്തയായിരിക്കുന്ന സ്ത്രീ. രക്തം കുടിച്ച് എന്നതിന്റെ അർത്ഥം രക്തം ചൊരിയിച്ച് എന്ന അർത്ഥമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാരെയും ക്രിസ്തുവിന്റെ ദാസന്മാരെയും കുലയ്ക്കു കൊടുത്തവൾ, ദൈവത്തിന്റെ വിശുദ്ധന്മാരെയും ക്രിസ്തുവിന്റെ ദാസന്മാരെയും കൊന്നുമുടിച്ചവൾ എന്നാണ് രക്തം കുടിച്ച് മത്തയായിരിക്കുന്നവൾ എന്നതിന്റെ അർത്ഥം. അല്ലാതെ അക്ഷരീയമായി ഈ സ്ത്രീയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ആരുടെയും രക്തം കുടിച്ചിട്ടില്ല. വെള്ളം കുടിക്കുന്നത് പോലെ രക്തം പാനം ചെയ്തിട്ടില്ല. അർത്ഥം ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കൊന്നുമുടിച്ചവൾ എന്നാണ്. അതിനെപ്പറ്റി നമ്മൾ കണ്ടത് രാഷ്ട്രീയമായി ഏറ്റവും അധികം ക്രൈസ്തവ പീഠ അഴിച്ചുവിട്ടത് റോമാ ഗവൺമെന്റ്, റോമൻ ഭരണകൂടമാണെന്നും മതപരമായി ഏറ്റവും വലിയ പീഠ ദൈവസഭയ്ക്ക് വരുത്തിയത് റോമാസഭയാണെന്നുമാണ്. അപ്പം അതേക്കുറിച്ച് നാം പല കാര്യങ്ങൾ കാണുകയുണ്ടായല്ലോ. ചില തെളിവുകളുമൊക്കെ നാം അതേ സംബന്ധിച്ച് കണ്ടിരുന്നു. അപ്പോ നാം അതിൽ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ റോമാസഭ വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങൾക്കും വളരെ കടകവിരുദ്ധമായി നിന്നിരുന്ന ഒരു സംഘടനയാണ്. അപ്പം നാം അതേക്കുറിച്ച് കണ്ടത് റോമൻ കത്തോലിക്ക സഭ നമുക്കറിയാമല്ലോ, നവീകരണ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരെ ന്യായം വിധിച്ച് പരസ്യമായും ദാരുണമായും കൊന്ന് മുടിച്ചവളാണ്. ഏറെ പീഡകൾ ദൈവസഭയ്ക്ക് വരുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിന് എതിരായിട്ട് പ്രത്യേകിച്ച് ഒത്തിരി പേരെ കൊന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, മാർട്ടിൻ ലൂഥർ ഉൾപ്പെടെയുള്ള, ജോൺ ഹസ് ഉൾപ്പെടെയുള്ള, ജോൺ വിക്ലീഫ്, വില്യം ടിൻഡേൽ തുടങ്ങിയ ബൈബിൾ വിവർത്തകർ ഉൾപ്പെടെയുള്ളവരോട്
ഈ സഭ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളതെന്ന്. അവരെ വേട്ടയാടുകയായിരുന്നു. വേദപുസ്തകം വായിക്കരുത് എന്ന കൽപ്പന പോലും 12-ാം നൂറ്റാണ്ടിൽ പോപ്പ് പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പം ആ നിലകളിൽ വേദപുസ്തകം കൈവശം വയ്ക്കാനോ വായിക്കാനോ പഠിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും അനുവാദമില്ലാതെ അതിനെ വിലക്കുന്നവരായി പോലും റോമൻ കത്തോലിക്ക സഭ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജോൺ വിക്ലീഫും അതേ തുടർന്ന് വില്യം ടിൻഡെയിലും ഒക്കെ ഈ വേദപുസ്തക വിവർത്തനത്തിലേക്ക് എത്തിച്ചേർന്നത്. പ്രത്യേകിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ഈവൻ the indestructibility of the Bible is a proof of Bible being inspired word of God. വേദപുസ്തകം ദൈവശ്വാസീയമായ തിരുവെഴുത്താണ് എന്നതിന് പല തെളിവുകളുണ്ട്. അതിൽ ഒരു തെളിവാണ് ഈ വേദപുസ്തകത്തിന്റെ അനശ്വരത, ഇൻഡിസ്ട്രക്റ്റിബിലിറ്റി. Despite many oppositions and persecutions from religion, politics, and philosophy. വേദപുസ്തകം രാഷ്ട്രീയ എതിർപ്പുകളെയും താത്വിക എതിർപ്പുകളെയും, ഫിലോസോഫിക്കൽ താത്വിക എതിർപ്പുകളെയും മതപരമായ എതിർപ്പുകളെയും ഒക്കെ അതിജീവിച്ചു വന്ന ഒരു പുസ്തകമാണ്. ബൈബിളിനെ കുറിച്ചല്ല നമ്മുടെ പഠനം എന്നതുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിന് ഏറ്റവും ആദ്യമുണ്ടായ മതപരമായ എതിർപ്പ് കത്തോലിക്ക മതത്തിൽ നിന്നുമായിരുന്നു, ഒരു ക്രൈസ്തവ മതത്തിൽ നിന്നുമായിരുന്നു എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഒരു പക്ഷേ 6-ാം വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? 17-ന്റെ 6. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. യോഹന്നാൻ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. He was amazed. What made him to amaze, astonish? എന്താണ് യോഹന്നാനെ ആശ്ചര്യപ്പെടുത്തിയത്? പല സാധ്യതകളുണ്ട്. അതിലൊരു സാധ്യത, യേശുവിന്റെ നാമം വിളിക്കപ്പെടുന്ന ഈ മതം തന്നെ യേശുവിന്റെ സാക്ഷികളെയും വിശുദ്ധന്മാരെയും കുരുതിക്കു കൊടുക്കുന്നു എന്നുള്ളതാകാം. പല സാധ്യതകളുണ്ടതിന്. അതിലൊരു സാധ്യത, one possibility or possible reason for John to amaze seeing this particular woman is that being a Christian organization, she persecutes or persecuted the church viciously. ഒരു ക്രിസ്തീയ സംഘടന ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സാക്ഷികളെയും ദൈവത്തിന്റെ വിശുദ്ധന്മാരെയും ഇത്രയധികം പീഡിപ്പിക്കുക എന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. അത് തന്നെ ആകാം യോഹന്നാനെയും ഇവിടെ ആശ്ചര്യപ്പെടുത്തിയ
ഒരു ഘടകം. അപ്പം ഇവൾ ഈ വേദപുസ്തകം വായിക്കുവാൻ പോലും പാടില്ല എന്ന നിലയിൽ ഏറെ ബൈബിളിനെ എതിർത്ത ഒരു ക്രൈസ്തവ സമൂഹമാണ്. വേദപുസ്തകത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ് റോമൻ കത്തോലിക്ക മതം. വേദപുസ്തകം കയ്യിൽ വെച്ചു എന്നതുകൊണ്ടും വായിച്ചു എന്നതുകൊണ്ടും പഠിച്ചു എന്നതുകൊണ്ടും മറ്റുള്ളവരെ പഠിപ്പിച്ചു എന്നതുകൊണ്ടും വേദപുസ്തകം മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു എന്നതുകൊണ്ടുമൊക്കെ കത്തോലിക്ക സഭ പീഡിപ്പിക്കുകയും ജീവനോടെ കത്തിച്ചു കൊല്ലുകയും ചെയ്ത വിശുദ്ധന്മാർ ഏറെയാണ്. അത് ഒരുപക്ഷെ യോഹന്നാനെ ഇവിടെ അതിശയിപ്പിച്ചതാകാം. അതാകാം ഒരുപക്ഷെ യോഹന്നാൻ ഇങ്ങനെ അതിശയിക്കുന്നതിനുള്ള കാരണം. സ്തോത്രം. അതിശയിക്കുവാൻ, ആശ്ചര്യപ്പെടുന്നതിനുള്ള കാരണം, ആശ്ചര്യപ്പെടുവാനുള്ള കാരണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിൽ ഒരു എഴുത്തുകാരൻ പറയുന്നത് വേദപുസ്തകത്തിനെതിരായിട്ട് റോമാൻ കത്തോലിക്ക മതം അഴിച്ചുവിട്ട നശീകരണ പ്രവർത്തികളെ കുറിച്ച് അറിയണമെങ്കിൽ മുമ്പേ ഞാൻ പറഞ്ഞ ഈ വിക്ലീഫിനെയും ടിൻഡേലിനെയും ഒക്കെ തന്നെ അവർ പീഡിപ്പിച്ചതും അവർക്കെതിരെ കത്തോലിക്ക സഭ പുറപ്പെടുവിച്ച, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇടയലേഖനങ്ങളോ പോപ്പിന്റെ കൽപ്പനകളോ ഒക്കെ തന്നെ കണ്ടാൽ മതി. അതെല്ലാം കൂടെ ഒന്നും വായിക്കാനും പറയാനും നമ്മുടെ ഇടയിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനു വേണ്ടി ഈ സമയത്ത് മുതിരുന്നില്ല. നമുക്കറിയാമല്ലോ, ജോൺ വിക്ലീഫ് ഇന്ന് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് വിക്ലീഫ് എന്ന് പറയുന്ന വിവർത്തന സംഘടന. വേദപുസ്തകം ഭാഷാന്തരം നടത്തുന്ന സംഘടനയാണ്. അത് ഈ ജോൺ വിക്ലീഫിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഈ ജോൺ വിക്ലീഫ് ആയിരുന്നു വേദപുസ്തകം വിവർത്തനം ചെയ്യുന്നതിൽ ഒരു മുൻപന്തിയിൽ നിന്ന ദൈവഭൃത്യൻ. അദ്ദേഹം പക്ഷേ പാരലൈസിസ് വന്ന്, പക്ഷാഘാതം വന്ന് 2-3 ദിവസത്തിനകം മരിച്ചുപോയി. ആ മരിച്ചതിന് ശേഷം കത്തോലിക്ക സഭാ നേതൃത്വം അദ്ദേഹം മരിച്ചതിനെ കുറിച്ച് ചില കത്തുകൾ, ചില പ്രസ്താവനകളൊക്കെ നടത്തി. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. അതായത് 1384 ഡിസംബർ 28 ലറ്റർവർത്ത് ചർച്ചിൽ ഒരു സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിക്ലീഫിന് പക്ഷാഘാതം ഉണ്ടാകുന്നതും 3 ദിവസം കഴിഞ്ഞും മരിക്കുന്നതും. വേദപുസ്തക പരിഭാഷയെ എതിർത്തിരുന്ന കത്തോലിക്ക മത നേതൃത്വം അതിനുശേഷം ഇറക്കിയ പല പ്രസ്താവനകളിൽ ചിലത് ഞാൻ ഒന്ന് വായിച്ചു വിടാം. ജോൺ വിക്ലീഫ്, the organ of the devil, the enemy of the church, the confusion of the common people, the idol of heretics, the looking glass of hypocrites, the encourager of schisms, the sower of hatred,
the storehouse of lies, the sink of flattery was suddenly struck by the judgment of God. റോമൻ കത്തോലിക്ക സഭ ഈ ഭക്തനായ വേദപുസ്തകം പരിഭാഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിയ കർത്താവിന്റെ ദാസന്റെ ആകസ്മിക മരണത്തിൽ ഇറക്കിയ പ്രസ്താവനയാണ്. അതിലെ ചില വരികളാണ് ഞാൻ വായിച്ചത്. ജോൺ വിക്ലിഫിനെ വിളിച്ചത് കേട്ടോ, ദ ഓർഗൻ ഓഫ് ഡെവിൾ, സാത്താന്റെ ആയുധം. ദ എനിമി ഓഫ് ദ ചർച്ച്, ചർച്ച് എന്നവർ ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക സഭ മാത്രമാണ്. കത്തോലിക്ക സഭയുടെ ശത്രു. ദ കൺഫ്യൂഷൻ ഓഫ് കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ കുഴച്ചിൽ. കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം. ദ ഐഡൽ ഓഫ് ഹെററ്റിക്സ്, ദുരുപദേശകരുടെ വിഗ്രഹം. ദ എൻകറേജർ ഓഫ് സ്കിസംസ്, വിഭജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, വിഭാഗീയതകളെ. ദ സോവർ ഓഫ് ഹേറ്റ്രഡ്, വെറുപ്പിന്റെ വിത്ത് വിതയ്ക്കുന്നവൻ. ദ സ്റ്റോർ ഹൗസ് ഓഫ് ലൈസ്, വേദപുസ്തകം പഠിപ്പിച്ചതിന് ജോൺ വിക്ലിഫിനെ റോമൻ കത്തോലിക്ക സഭ വിളിച്ചത് കേട്ടോ, ദ സ്റ്റോർ ഹൗസ് ഓഫ് ലൈസ്, കപടങ്ങളുടെ, കള്ളങ്ങളുടെ കല്ലറയെന്ന്. എന്നിട്ട് ദ സിങ്ക് ഓഫ് ഫ്ലാറ്ററി, ആൾക്കാരോട് മധുരമായ വഞ്ചനാപരമായ കാര്യങ്ങൾ പറയുന്ന ഒരു ഉറവിടം. was suddenly struck by the judgment of God. ഇങ്ങനെ ഒക്കെ ആയിരുന്നു ഈ ജോൺ വിക്ലിഫ് എന്നതുകൊണ്ട് ദൈവം അയാളെ പെട്ടെന്ന് ന്യായം വിധിച്ചു കൊന്നുകളഞ്ഞു. നമ്മുടെ ഇടയിലും പലരും ഈ നിലയിൽ ചെയ്യാറുണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ആർക്കെങ്കിലും ഭവിച്ചാൽ, പെട്ടെന്ന് ഒരു അപകടമോ മരണമോ വല്ലതും സംഭവിച്ചാൽ നമ്മുടെ ഇടയിലും പലരും ഇതുപോലൊക്കെ പറയും, തമ്പുരാൻ ന്യായം വിധിച്ചു കൊന്നു എന്നൊക്കെ. അത് ശരിയായ വേദപുസ്തക പ്രകാരമുള്ള ഒരു സംഗതിയല്ല. നമ്മുടെ ഇടയിലുണ്ട്. നമുക്കെതിരായിട്ട് നിൽക്കുന്നവർ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു രീതി, അത് തെറ്റാണ്. ഇവിടെ വിക്ലിഫിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഈ നിലയിൽ താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറയാൻ നമുക്ക് സമയം ഒത്തിരി എടുക്കുമല്ലോ, അതുകൊണ്ട് ഞാനത് വിടുന്നു. അതിനുശേഷമാണ് ഒരാളിനെ കുറിച്ചുകൂടെ ഇതിനകത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് വില്യം ടിൻഡേലിന് എതിരായിട്ട് ഈ കത്തോലിക്ക സഭ പ്രവർത്തിച്ചത്. 1484 മുതൽ 1536 വരെ ജീവിച്ചിരുന്ന വില്യം ടിൻഡേൽ. ടിൻഡേൽ ബൈബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇന്നത്തെ KJV ബൈബിൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ടിൻഡേൽ ബൈബിളിന്റെ 4ാമത്തെ പതിപ്പോ മറ്റുമാണ്. അപ്പം ബൈബിൾ ട്രാൻസ്ലേഷന്റെ വേദപുസ്തക വിവർത്തനങ്ങളുടെ ആദ്യകാല പ്രവർത്തകരാണ് ഞാൻ ഈ പറഞ്ഞ ഭക്തന്മാർ. ഈ ഭക്തൻ, അദ്ദേഹവും ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനായിരുന്നു. 7 ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 7 ഭാഷകൾ: ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, ഇറ്റാലിയൻ, സ്പാനിഷ്, ഇംഗ്ലീഷ് ആൻഡ് ഡച്ച്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം വിവർത്തനം ചെയ്യുവാൻ ഈ ഭക്തനെ ദൈവം ഉപയോഗിച്ചുവെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, അപ്പോൾ തന്നെ ലോകത്തിലെ
ഏറ്റവും കുറച്ച് മാത്രം പ്രോത്സാഹനം ലഭിക്കുന്ന ശുശ്രൂഷയാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി. ഞാൻ എല്ലായിടങ്ങളിലും ആൾക്കാരെ പ്രബോധിപ്പിക്കാറും പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്, കഴിവുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് പോകണമെന്ന്. പ്രസംഗിക്കുന്നവരെ ലോകമറിയും, ഫ്ലക്സിൽ പേര് വരും, യൂട്യൂബിൽ പ്രസംഗം വരും. ഇന്റർനെറ്റ് കാണുന്നവരും നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും കല്യാണത്തിനും ഒക്കെ വെച്ച് തിരിച്ചറിയും. അവരൊക്കെ വന്നിട്ട് പറയും, ഓ, ഞങ്ങള് വെള്ളിത്തിരയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ആളിനെ നേരിട്ട് കണ്ടപ്പോൾ ഒരു അതിശയം, ഭയങ്കര ആവേശമൊക്കെ തോന്നും. പക്ഷേ ഇങ്ങനെയൊന്നും പേര് വരാതെ, ഫോട്ടോ വരാതെ, ഫ്ലെക്സിൽ ആള് വരാതെ, ഇന്റർനെറ്റിൽ വരാതെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടരാണ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്. വളരെ കുറച്ചു മാത്രമേ നമ്മളൊക്കെ അവരെ സഹായിക്കാറുള്ളൂ, കാരണം നമുക്ക് അവരെ അറിഞ്ഞുകൂടാ. ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിനെ ഞാൻ എപ്പോഴും സല്യൂട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതും എനിക്ക് കഴിയാതിരുന്നതുമായ ഒരു ശുശ്രൂഷയാണ്. അടിസ്ഥാന യോഗ്യത എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ഗ്രാജുവേഷനും മറ്റുമാണ്. എനിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ചിന്തിപ്പാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എൻ്റെ മക്കളെയും ഞാൻ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഓക്കെ, അതിനിടയിൽ എനിക്ക് അത്രയ്ക്ക് ആവേശം തരുന്നൊരു ശുശ്രൂഷ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി അത്രയും പറഞ്ഞതാ. സ്തോത്രം. ഞാൻ വളരെയധികം ഏറ്റവും അധികം ആദരിക്കുന്ന ശുശ്രൂഷകരാണ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്. ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ക്രിസ്തീയ ശുശ്രൂഷയിലെ ഗ്രാസ് റൂട്ട് ലെവൽ മിനിസ്റ്റേഴ്സ് എന്ന് പറയും. പട്ടാള ഭാഷയിൽ പറഞ്ഞാൽ വെറും ഇൻഫൻട്രിക്കാരാണ്. കാലാൾപ്പട. അവരാണ് മറ്റുള്ളവർക്കൊക്കെ വഴിയൊരുക്കുന്നത്. സ്തോത്രം. ഇന്നും അനേക ഭാഷകളിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്യാനായിട്ടുണ്ട്. സ്വന്തമായ ഭാഷയിൽ ബൈബിൾ ഇല്ലാത്ത ധാരാളം പേരുണ്ട്. ധാരാളം പീപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടിയെങ്കിലും വേദപുസ്തകം തർജ്ജമ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അവർക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന സഹായം അവർക്ക് വേണ്ടിയും ചെയ്യുക. അവർ ഈ പറഞ്ഞതുപോലെ പ്രസിദ്ധീകരണം ഒന്നും നടത്താറില്ല, പല കാരണങ്ങളാലും. പണപ്പിരിവ് അങ്ങനെ മറ്റുള്ളവരൊക്കെ നടത്തുന്നത് പോലെ നടത്താറില്ല. സ്തോത്രം. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് തന്നെ എനിക്ക് വാട്സാപ്പിൽ ചില മെസ്സേജസ് വന്നു. ചിലരെന്നെ വിളിച്ചു. ഗൂഗിളിലൊക്കെ നമ്പർ കിടപ്പുണ്ടല്ലോ, അങ്ങനെ വിളിച്ചതാണെന്ന് പറഞ്ഞു. എങ്ങനെ നമ്പർ കിട്ടിയെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത്, ഞങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് ശുശ്രൂഷയിലാണ്, ഇന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. പെട്ടെന്ന് സംഘടനക്കാർ ഞങ്ങളെ വാടക നിർത്തി. ഞങ്ങൾക്കൊന്ന് വാടക അയച്ചു തരാമോ? ഞങ്ങളുടെ സഹായം നിർത്തി, സഹായം തരാമോ? എനിക്ക് അറിഞ്ഞുകൂടാത്തവരാണ്. ചില അബദ്ധങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരൽപ്പം ആ നിലയിലുള്ള ദയ കുറവാണ്. അന്വേഷിച്ച് വാസ്തവമാണോ എന്നറിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞത്, എന്നെപ്പോലെയുള്ള ഉപദേശിമാർ സംഘടന സഹായം നിർത്തിയാൽ ഉടൻ തന്നെ അറിയാവുന്നവർക്കൊക്കെ സന്ദേശം അയക്കും. ചിലപ്പോൾ വിളിച്ചു പറയും, എല്ലാവരും അല്ലേ?
എന്നാൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പറയാൻ വേണ്ടി ഞാൻ ഏതെല്ലാം നിലകളിൽ അവരെ ആ ശുശ്രൂഷയെ സഹായിക്കാമോ അതിനായി നാം മുന്നിട്ടിറങ്ങുക. അത്രയും പറഞ്ഞ് ഇടയ്ക്ക് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറി അത്രയും പറഞ്ഞെങ്കിലും അത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഹൃദയമിടിപ്പാണ്, അതുകൊണ്ട് പങ്കുവച്ചു. അതിൽ നിന്ന് ഞാൻ മടങ്ങി വരുന്നു. ഈ വില്യം ടിൻഡേൽ അദ്ദേഹത്തെ ജീവനോടെ കത്തിച്ചു കൊല്ലുകയായിരുന്നു റോമൻ കത്തോലിക്ക സഭ ചെയ്തത്. ചില പ്രാവശ്യങ്ങളിലൊക്കെ അദ്ദേഹം അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹവും അവരുടെ അഗ്നികുണ്ഠത്തിനിരയായി. ഇങ്ങനെ എത്രയോ വിശുദ്ധന്മാർ ഒറ്റ കാരണം കൊണ്ട് അവര് വേദപുസ്തകം ഒന്നുകിൽ കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ വായിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചു, പ്രസംഗിച്ചു, അല്ലെങ്കിൽ വേദപുസ്തകം വിവർത്തനം ചെയ്തു. സ്തോത്രം. ഇതാണ് 17:6 അർത്ഥം. 17:6 വാക്യത്തിന്റെ അർത്ഥം. വിശുദ്ധന്മാരുടെ, യേശുവിന്റെ സാക്ഷികളുടെ രക്തം കുടിച്ച് മത്തയായിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം അഗ്നിക്കിരയാകുവാൻ, കൊല്ലുവാൻ വേണ്ടി പലപ്പോഴും ടിൻഡേലിനെ അവര് ശ്രമിച്ചെങ്കിലും രക്ഷപ്പെട്ടു. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മില്ലേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉള്ള ഒരു കൊട്ടേഷനാണ്. On Friday, October 6, 1536, Tyndale was executed. By the emperor's law, only Anabaptists were burned alive. So he escaped that fate. അദ്ദേഹം അനാബാപ്റ്റിസ്റ്റുകാരനല്ലാഞ്ഞതുകൊണ്ട് തീ വെച്ചു കൊല്ലാൻ അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും, അല്ലെങ്കിൽ പിടിച്ചെങ്കിലും തീ വെച്ച് അദ്ദേഹത്തെ കൊന്നില്ല. He was led out and permitted to engage in a few moments of prayer. അവിടെ നിന്നും അദ്ദേഹത്തെ കൊണ്ടുപോയി അല്പസമയം പ്രാർത്ഥിക്കുവാൻ അനുവദിച്ചു. With fervent zeal and loud voice he cried, Lord, open the King of England's eyes. അദ്ദേഹം തീവ്രമായ ഇച്ഛയോടെ ഉച്ചസ്വരത്തിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, കർത്താവേ, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ. Then his feet were bound to the stake. The iron chain was fastened around his neck with a hem rope loosely tied in a noose, and faggots and straw were heaped around him. And at a given signal, the rope was tightened and Tyndale was strangled to death. Then the torch was applied and the body was quickly consumed. അദ്ദേഹത്തെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കൊണ്ടുപോയി തൂണിനോട് ചേർത്ത് നിർത്തി. ഇരുമ്പ് ചങ്ങല കഴുത്തിൽ കുരുക്കി
ആ നിലയിൽ അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തെ പെട്ടെന്ന് തൂക്കിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തി. താൻ മരിച്ചു. നോക്കൂ, ഇതുപോലെയുള്ള ഭക്തന്മാരുടെ രക്തം കുടിച്ച അങ്ങനെ എത്രയോ പേരെ, എത്രയോ വിശുദ്ധന്മാരെ. അപ്പോൾ ഈ സ്ത്രീയെ തിരിച്ചറിയാൻ നമുക്ക് വലിയ പ്രയാസമില്ലല്ലോ. അതാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് 4-ലധികം തെളിവുകൾ ഈ സ്ത്രീയെ പറ്റി കിട്ടി. മറ്റു ചിലത് ചരിത്രരേഖകളിൽ നിന്നും നാം എടുത്തു. ചില കൂദാശകളിലൂടെ സ്വർഗപ്രാപ്തി നൽകുവാൻ ഇവൾ മാത്രം പ്രാപ്തയെന്ന ഒരു പഠിപ്പീര്, ശുദ്ധജല തളിപ്പ്, കൂദാശകളുടെ സേവനങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് സാക്രമെന്റ്സ്, ഇതെല്ലാം തന്നെ ഈ കത്തോലിക്ക സഭ വരുത്തിവെച്ച സംഗതികളാണ്. പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ എന്നാണ് പോപ്പുമാർ അവകാശപ്പെടുന്നത്. എന്നാൽ പത്രോസിന്റെ സിംഹാസനത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. സ്തോത്രം. നാഥ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ച പത്രോസ്. ഉണ്ടായിരുന്നതൊക്കെ കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്തവരാ. സ്തോത്രം. റോമിലും അന്ത്യോക്യയിലുമൊക്കെ ഈ ഭക്തന്മാർ, ഈ അപ്പോസ്തോല ശ്രേഷ്ഠന്മാർ സിംഹാസനം ഇട്ടെന്ന് വ്യാജമായി പഠിപ്പിക്കുന്ന സഭാവിഭാഗങ്ങൾ, വെസ്റ്റേൺ ചർച്ചസ് ആയാലും ഈസ്റ്റേൺ ചർച്ചസ് ആയാലും, ഒരു കൂട്ടർ അന്ത്യോക്യയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ പത്രോസിന്റെ സിംഹാസനം റോമിലായിരുന്നെന്ന് വാദിക്കുന്നു. പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെയും സഭകളായി ഇവരൊക്കെ നിന്ന് വിശുദ്ധന്മാരായ പത്രോസിന്റെ ഒക്കെ പേരിൽ പോലും ജനത്തെ വഞ്ചിക്കുമ്പോൾ ഇവർ അറിയാതെ തന്നെ സാത്താന്യ സഭയുടെ അംഗങ്ങളായി മാറുകയാണ്. അരുതാത്ത ആചാരങ്ങൾ, വേദപുസ്തകം വിലക്കുന്ന ആചാരങ്ങൾ, കർമ്മങ്ങൾ ഒക്കെ ചെയ്ത് അവർ ആ നിലയിൽ മുൻപോട്ട് പോകും. ഇതാണ് നാം ഈ ഭാഗത്ത് നിന്നും കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. ശരി, എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് കാണുവാനുള്ളത് the prophetical view of this harlot. ഈ സ്ത്രീയുടെ, ഈ മഹാവീശയുടെ പ്രാവചനികമായ ഒരവസ്ഥയാണ്. പ്രാവചനികമായി ഈ സ്ത്രീയുടെ ഒരു അവസ്ഥ അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണെങ്കിലും പെട്ടെന്ന് 1-2 വാചകങ്ങളിൽ പറഞ്ഞ് നമുക്ക് നിർത്താം. പ്രാവചനികമായി, പ്രോഫറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ 17-ാം അധ്യായത്തെ പ്രധാനമായിട്ടും 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ 1-2 വാക്യങ്ങൾ ഈ സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്. ലോക വ്യാജ മതത്തെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. 1-2 വാക്യങ്ങൾ. രണ്ടാമത്,
3, 4, 9 വാക്യങ്ങൾ. 3, 4, 9 വാക്യങ്ങൾ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ വ്യാജമതത്തിന്റെ ഇരിപ്പിടം, തലസ്ഥാനം, ഔദ്യോഗിക വസ്ത്രം എന്നിവയെ വെളിപ്പെടുത്തുന്നു. ഓക്കെ, വേഴ്സസ് 3, 4 and 9 speak about this woman's, this harlot's capital, her throne or her seat, and her garments. They are a type of uniform or tunic, official dress. മൂന്നാമത്തേത് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്ന 6-ാമത്തെ വാക്യമാണ്. 6-ാമത്തെ വാക്യം. അവിടെ നാം കണ്ടത് what did she do especially to the saints? വിശുദ്ധന്മാരെ അവൾ എന്ത് ചെയ്തു, വിശുദ്ധന്മാരോട് എങ്ങനെ അവൾ ഇടപെട്ടു എന്ന വിവരണമാണ് 6-ാമത്തെ വാക്യത്തിൽ. ഫോർത്ത് ആസ്പെക്ട്, 4-ാമത്തെ ഘടകം എന്ന് പറയുന്നത് വേഴ്സസ് ഫ്രം 7 through 14, 7 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നതാണ് the mystery of this woman and the beast. ഈ സ്ത്രീയുടെയും മൃഗത്തിന്റെയും മർമ്മം വിശദീകരിച്ചിരിക്കുകയാണ് 7 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ. Verses 16 following, 60, especially 16 and 17, there we see the future of this woman or this false religion. That means the judgment of her. അവളുടെ ന്യായവിധിയെ കുറിച്ചാണ് ഈ 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രാവചനികമായ നിലയിൽ ഈ സ്ത്രീയെ ഒന്ന് കാണുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് as in the case of almost all political leadership and governments, this religion also will be helpful for the Antichrist to gain power over all nations. സാധാരണ അത് നമ്മൾ പഠിച്ചതാണ്. സാധാരണ എല്ലാ രാഷ്ട്രീയ ശക്തികളും, എന്തിനേറെ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ മതവിശ്വാസമില്ലാത്ത, ഈശ്വര വിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാർ പോലും മതങ്ങളെ അവരുടെ അധികാര നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ ഈ വ്യാജ മതവും എതിർക്രിസ്തുവും ഒത്ത് പ്രവർത്തിക്കും. എതിർക്രിസ്തു ഇവളുടെ സഹായം ആദ്യം നേടും. ഇവളുടെയും കൂടെ, ഈ മതത്തിന്റെയും കൂടെ സഹായത്താലായിരിക്കും എതിർക്രിസ്തു തന്റെ ഭരണത്തിന്റെ ആദ്യ 3.5 വർഷം അധികാരം കൈപ്പറ്റുന്നത്. അതുവരെ ഇവര് തമ്മിൽ വളരെ യോഗ്യതയിൽ ജീവിക്കും. ഈ മതവും എതിർക്രിസ്തു ഭരണകൂടവും തമ്മിൽ രമ്യതയിലായിരിക്കും എതിർക്രിസ്തുവിന്റെ ആദ്യത്തെ ഭരണത്തിന്റെ പകുതി അഥവാ 3.5 വർഷം. മൃഗത്തോടു കൂടെ അഥവാ എതിർക്രിസ്തുവിനോട് കൂടെ 10 രാജാക്കന്മാർ അല്ലെങ്കിൽ ദശരാഷ്ട്ര സംഘടനകളും
അവളെ സഹായിക്കുകയും അവളിൽ നിന്ന് സഹായം കൈപ്പറ്റുകയും ചെയ്യും. അതെല്ലാം നാം കാണുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ പോപ്പ് ഗ്രിഗറി 7ന്റെ 17-ാം നൂറ്റാണ്ടിലെ ഒരു പ്രസ്താവനയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്ന് സംഭവിക്കും, എതിർ ക്രിസ്തു ഇവളെ, ഈ വ്യാജമതത്തെ നശിപ്പിച്ചു കളയും. അതിനെപ്പറ്റി ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: It has been suggested that the Antichrist will begin by detesting the harlot, then despising her, then disgracing her, then devouring her, and finally destroying her. Detesting, despoiling, disgracing, devouring, and destroying. ആദ്യം ഈ എതിർ ക്രിസ്തു ഈ മതത്തിന്റെ സഹായത്താൽ അധികാരമൊക്കെ കൈപ്പറ്റും. ഒടുവിൽ ഈ എതിർ ക്രിസ്തു ഈ മതത്തെ ഡിറ്റസ്റ്റ് ചെയ്യും. ഡിറ്റസ്റ്റിങ്, ഹെയ്റ്റ് ചെയ്യും, വെറുക്കും, വേണ്ടെന്ന് വയ്ക്കും. Then he will begin to despoiling, അവളെ വല്ലാതെ സ്പോയിൽ ചെയ്യാൻ, നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. വയലന്റ്ലി പ്ലണ്ടറിങ്, അവളെ എന്തുവാ മുതലെടുക്കും. അവൾ ഉള്ളത് മുഴുവനും എടുക്കും. കണ്ടില്ലേ, ഇവൾ അധിക ധനികയാണ്, ധാരാളം സമ്പത്ത് ഇവൾക്കുണ്ട്. ആ സമ്പത്തെല്ലാം അപഹരിക്കുന്നതിന് വേണ്ടി എതിർ ക്രിസ്തു അവളെ വെറുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്നും വൈകുന്നേരത്ത് ഞാനും ചർച്ചിലെ ഒരു സഹോദരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ക്രൈസ്തവ സഭകൾക്ക് FCRA, വിദേശ നാണയ വിനിമയത്തിനുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ ക്യാൻസലാക്കുകയോ ചെയ്തു. നമ്മുടെ കേരളത്തിലെ തന്നെ പല സഭകളുടെയും സഭാവിഭാഗീയ വ്യത്യാസങ്ങളില്ലാതെ കത്തോലിക്കർ തുടങ്ങി പെന്തക്കോസ്തുകാർ വരെയുള്ള പല സഭകളുടെയും വിദേശ നാണയത്തെ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതിനുള്ള അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലായ്മ ചെയ്യുകയോ മരവിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം, കമ്പാഷൻ മിനിസ്ട്രീസും വേൾഡ് വിഷനും ഉൾപ്പെടെയുള്ള ധാരാളം സംഘടനകൾ, NGOs ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. ഇപ്പോഴും എൻ്റെ അറിവിൽ നമ്മുടെ സഭാകേന്ദ്രങ്ങൾക്ക് ലഭിക്കുന്ന വാർഷിക വരുമാനത്തിൽ, ആനുവൽ കളക്ഷൻ, ഇൻകം എന്ന് പറയാനൊക്കത്തില്ല, കാരണം നമ്മുടെ സഭകൾ ഇൻകവും പ്രോഫിറ്റും ഒന്നും ഇല്ലാത്ത സംഘടനകളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലാഭകരമായിട്ടുള്ള വരവില്ലാത്തവർ. എന്നാൽ ലഭിക്കുന്ന ഫണ്ടുകളിൽ 85% ചിലവഴിക്കണം. ഈ വർഷം കിട്ടുന്നതിന്റെ 85% അതാത് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം. എന്ന് വെച്ചാൽ
ഈ വർഷത്തെ ആകെ കിട്ടുന്ന വരുമാനത്തിൽ 15% മാത്രമേ ബാക്കി വെക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭാ സംഘടനകളുടെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും പണമില്ലാതെയാകും. യുദ്ധമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത്, ഇറാൻ ഇറാഖ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ജോലി ചെയ്യായിരുന്നു, ഇറാഖിൽ. ആ സമയത്ത് നിയമമായിരുന്നു, കിട്ടുന്ന ശമ്പളത്തിന്റെ ഇത്ര ശതമാനം അവിടെ തന്നെ ചിലവഴിക്കണം. അവിടെ ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നത് കഷ്ടി, കിട്ടുന്നതിന്റെ ഇത്ര ശതമാനം അവിടെ തന്നെ ചിലവഴിക്കണം. വീട്ടുകാർക്ക് റേഷനറി മേടിക്കാൻ കാശ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആൾക്കാർ അവിടെ നിന്ന് ഒളിച്ചോടി. കിട്ടുന്നത് മുഴുവനും അവിടേക്ക് തന്നെ. ഇന്ന് ടാക്സിങ് ഒത്തിരി കൂടുന്നു. എന്താ ലക്ഷ്യം? പണം. ഇതുപോലെ എതിർ ക്രിസ്തു നോക്കുമ്പോൾ ഈ വ്യാജ മതത്തിന്റെ പക്കൽ ധാരാളം പണമുണ്ട്. അവളുടെ രൂപം കണ്ടില്ലേ? പൊന്നണിഞ്ഞവളായി, സ്വർണ പാനപാത്രം പിടിച്ചുകൊണ്ട്, വിലയേറിയ വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. എന്ന് വെച്ചാൽ അവളുടെ ആഡംബരപൂർണതയും അവളുടെ ധനാഢ്യതയുമാണ് കാണിക്കുന്നത്. ഇത് മുഴുവനും ആർക്കെടുക്കണം? എതിർ ക്രിസ്തുവിന്. അതിനുവേണ്ടി ഇപ്പോൾ അവളെ ഡീസ്പോയിലിംഗ് ചെയ്യുകയാണ്, അവളെ കൊള്ളയടിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അവളോട് ഡിസ്ഗ്രേസ് ആണ്, അവളോട് ഒരു തരത്തിലുമുള്ള റെസ്പെക്റ്റ് ഇല്ല. ഡിസ്ഗ്രേസ്. അവളോട് വല്ലാതെ ഇടപെടുക. അത് കഴിഞ്ഞ് അവളെ ഡീവറിങ്, വിഴുങ്ങിക്കളയുക, ആത്യന്തികമായും ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിച്ചു കളയുക. അതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഈ 16ഉം 17ഉം വാക്യങ്ങളിലൊക്കെ യോഹന്നാൻ നമുക്ക് വെളിപ്പാട് 17-ാമത്തെ അധ്യായത്തിൽ എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയെ പ്രാവചനികമായിട്ട് നോക്കിയാൽ, ഭാവിപരമായിട്ട് നോക്കിയാൽ, ഇതാണ് അവളുടെ സഹായത്താൽ, അതായത് എതിർ ക്രിസ്തുവും ഈ വ്യാജമതവും പരസ്പരം സഹായിച്ച് രണ്ടുപേരും അധികാരത്തിലേക്കും മറ്റു ഉയരും. എന്നാൽ 7 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആദ്യ പകുതിയിൽ ഇവളെ എതിർ ക്രിസ്തു തന്റെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കും. അവൻ ശക്തി ആർജിച്ചു കഴിയുമ്പോൾ ഇവളെ കൊള്ളയടിച്ച് ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ദൈവം തന്നെ ഈ എതിർ ക്രിസ്തുവിനെ തന്നെ ഉപയോഗിച്ച്, അഥവാ സാത്താനെ തന്നെ ഉപയോഗിച്ച് ഈ വ്യാജമതത്തെ ന്യായം വിധിക്കുന്നു. ഇതാണ് ഭാവിപരമായി അവളെക്കുറിച്ച് നമുക്ക് ഈ 17-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അവളെക്കുറിച്ചുള്ള ഏതാണ്ടൊരു 7 കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഒന്ന്, അതോടെ ഞാൻ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ഒന്നാമത്തെ വാക്യത്തിലുണ്ട്, ഷി വിൽ ഹാവ് എ യൂണിവേഴ്സൽ ഇൻഫ്ലുവൻസ്. സാർവത്രികമായ സ്വാധീനമുള്ളവളായിരിക്കും അവൾ. 1-ാം വാക്യം നാം കാണും. 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഈ വ്യാജമതത്തിന്റെ സ്വാധീനം അവൾ ലോകഭൂവാസികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഷി വിൽ യൂസ് ഹെർ ഇൻഫ്ലുവൻസ് ടു കറപ്റ്റ് ദ വേൾഡ്. ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൾ ആ സ്വാധീനം ഉപയോഗിക്കുന്നത്. 3, ഷി വിൽ പൊസസ് അൺലിമിറ്റഡ് വെൽത്ത്. അവൾക്ക് ധാരാളമായ ധനമുണ്ടായിരിക്കും, അവൾ ധനാഢ്യയായിരിക്കും. 4-ാം വാക്യം അതാണ് പറയുന്നത്. 4-ാമത്തെ കാര്യം നമ്മൾ 6-ാം വാക്യത്തിൽ കണ്ടതാണ്.
അവൾ ദൈവത്തിന്റെ യഥാർത്ഥ ഭക്തന്മാരെ കുരുതിക്ക് കൊടുക്കുന്നവളാണ്. She will be martyring the saints of God. അഞ്ചാമത്തെ കാര്യം 17-ന്റെ 3-7 വാക്യങ്ങളിലുണ്ട്. She will team up with the beast. എതിർ ക്രിസ്തുവുമായി ഒന്നു ചേർന്നായിരിക്കും ഇവരുടെ ആദ്യകാല പ്രവർത്തനം. ആറാമത്തെ കാര്യം 17-ന്റെ 5 കാണുന്നു. അവൾ ആരാണെന്ന് അവളുടെ നെറ്റിമേൽ എഴുതിയിട്ടുണ്ട്. She has her name written on her forehead. നെറ്റിയിൽ അവളുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. യോഹന്നാന്റെ കാലത്ത് റോമയിൽ ഓരോരുത്തരും അവരവരുടെ ട്രേഡ് ഓരോരുത്തരും എന്താണെന്ന് നെറ്റിമേൽ എഴുതുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് വെച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തേത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലായിരിക്കും. 17-ന്റെ 9 വാക്യം. അപ്പം ഈ നിലകളിൽ 17-ാം അധ്യായത്തിൽ നമുക്ക് ഈ വ്യാജ മതത്തിന്റെ ന്യായവിധിയെ കാണാം. ഇതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതേപ്പറ്റി ഉണ്ടെങ്കിൽ നാളെ ദൈവം വെച്ചാൽ ചോദിച്ചാട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യില്ലെങ്കിൽ നമുക്ക് നാളെ 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ യേശുക്രിസ്തുവിന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. നമ്മെ നിർമ്മല കന്യകയായി ക്രിസ്തുവിന്റെ മണവാട്ടിയായി സ്വീകരിക്കാൻ വേണ്ടി സ്ത്രീധനം ഇങ്ങോട്ട് തന്നിതു. അത് നമ്മുടെ കർത്താവിന്റെ ചങ്കിലെ വിശുദ്ധ രക്തമാണ്. ചങ്കിലെ ചോര തന്ന് നമ്മെ വിലക്കെടുത്തു. നമ്മെ ഭൂമിയിൽ നിന്നും നിർത്തിയിരിക്കുന്നത് നാം ആ മണവാളന് തക്കതായ മണവാട്ടിയായി തീരാനാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ഒരു സമയം നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് തന്റെ രക്തം മറുവിലയായി തന്ന് സ്ത്രീധനമായി തന്ന് വിവാഹ നിശ്ചയം ചെയ്ത വേഗത്തിൽ വേളി കഴിക്കാൻ വരുന്ന മണവാളന് വേണ്ടി ഏകാഗ്രതയോടും നിർമ്മലതയോടും കൂടെ നമ്മുടെ ശിഷ്ടകാലം കഴിക്കാം. അതിനായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.